ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മാഞ്ഞാലി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയും നെയ്യൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ? 2 കിലോഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ ഉപ്പ്. 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ നല്ല നിറച്ച് തന്നെ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇവയെല്ലാം കൂടി നമുക്ക് നന്നായി ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 6 കപ്പ് അരി നന്നായി കഴുകി വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ട് വെക്കണം. ഏകദേശം 1 മണിക്കൂർ നേരമെങ്കിലും അതിൽ കിടന്ന് കുതിരട്ടെ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ നേരം കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഇതെടുത്ത് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പകുതി വേവായാൽ മാത്രം മതി. ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പകുതി വേവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ കോരിയെടുക്കാം. ഒരു 3 കപ്പോളം ചിക്കൻ സ്റ്റോക്കുണ്ട്. ചിക്കൻ്റെ എല്ലാ സത്തും ഇറങ്ങിയതാണ്. ഇത് നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ ആവശ്യമുണ്ട്. മുഴുവൻ എടുക്കണം എന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ചിക്കൻ വറുക്കുന്നത്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ കുറേശ്ശെയായിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ചിക്കൻ വല്ലാതെ മൊരിഞ്ഞു പോകരുത്. ഈ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ തെളിഞ്ഞ ഭാഗം മാത്രം, അടിയിലുള്ള കരിഞ്ഞ കുറച്ച് അവശിഷ്ടങ്ങളുണ്ടാവില്ല, അതൊക്കെ മാറ്റി തെളിഞ്ഞ ഭാഗം മാത്രം നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നന്നായി കനം കുറച്ചരിഞ്ഞ 2 സവോള ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കാം. സവോള ബ്രൗൺ നിറമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാല തയ്യാറാക്കാനുള്ള സവോള ചേർത്ത് കൊടുക്കാം. 7 വലിയ സവോള ഹാഫ് സ്ലൈസ്ഡായി മുറിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട്, അപ്പോൾ അത് ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ 4 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള വഴണ്ടി വരുമ്പോഴേക്കും മറ്റൊരടുപ്പത്ത് വെച്ച് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് വേവിച്ചെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ 6 കപ്പ് അരിയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 9 കപ്പ് വെള്ളം അതിലേക്ക് നമുക്ക് അളന്നൊഴിക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 2 ടീസ്പൂൺ സാജീരകം, 10 ഏലക്കായ, 10 ഗ്രാമ്പു, ഒരു 4-5 കഷ്ണം പട്ട, 1/4 കപ്പ് നെയ്യ്, 1/4 കപ്പ് വെളിച്ചെണ്ണ, 2 വഴനയില, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഉപ്പൊക്കെ നമ്മൾ വെള്ളത്തിൽ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. വെള്ളത്തിലൊരു ലേശം ഉപ്പ് കൂടുതലായിട്ട് നിന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ റൈസിലും കൂടി ഉപ്പുണ്ടാവുള്ളൂ. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് അത് വേവിക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 90% റൈസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ടതിന് ശേഷം റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് 1/2 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ സവോള വറുത്തത്, ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ആദ്യം സ്റ്റവിൻ്റെ മുകളിലേക്ക് ഒരു പഴയ ദോശക്കല്ലോ മറ്റോ കയറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബിരിയാണി വെച്ച പാൻ നമുക്ക് കയറ്റി വയ്ക്കാം. തീ നല്ല സിമ്മിലായിരിക്കണം, വളരെയധികം സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് പാനിൻ്റെ മൂടിയിൽ നമ്മൾ എയർ പോകുന്ന ഭാഗമുണ്ടല്ലോ, അത് നമുക്കൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇത് ദമ്മിലിടാം. സവോള എന്തായി നോക്കാം. സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരു 3 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലിട്ട് വേണം പൊടികൾ ചേർക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി,
3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പൊടികൾ ചേർത്ത് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 തക്കാളി, ചെറുതായി അരിഞ്ഞ ഒരു 6 തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയും മസാലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ കപ്പ് വീതം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം 2.25 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ചേർത്തത്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം അതിൽ കിടന്ന് ആ ജ്യൂസെല്ലാം ചിക്കനിലേക്ക് പിടിക്കട്ടെ. മസാല തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് റൈസിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. റൈസ് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മാഞ്ഞാലി ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്കിനി സെർവ് ചെയ്യാം.